തുടരുന്നു. മറ്റൊരു പ്രധാന വാർത്തയിലേക്കാണ് പോകുന്നത്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ വേട്ടയാടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് കത്തയച്ച് BJP ഇതര മുഖ്യമന്ത്രിമാരും പ്രതിപക്ഷ നേതാക്കളും. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, തെലങ്കാന മുഖ്യമന്ത്രി K. ചന്ദ്രശേഖര റാവു തുടങ്ങിയവരാണ് കത്തയച്ചത്. അതേസമയം ഇടത് കോൺഗ്രസ് നേതാക്കൾ കത്തിൽ ഒപ്പിട്ടിട്ടില്ല. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഉണ്ണികൃഷ്ണൻ, കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ വേട്ടയാടുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് BJP ഇതര മുഖ്യമന്ത്രിമാരും പ്രതിപക്ഷ നേതാക്കളും കത്തയച്ചിരിക്കുന്നത്. അതേസമയം കോൺഗ്രസ് ഇടത് നേതാക്കൾ ഈ കത്തിൽ ഒപ്പിട്ടിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അൻസില, ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ ഈ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു കത്ത് പ്രതിപക്ഷ നേതാക്കൾ ഈ പ്രധാനമന്ത്രിക്ക് കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നതെന്ന് ചൂണ്ടിക്കാട്ടി ഒരു കത്ത് അയച്ചിരിക്കുന്നത്. ഈ കത്തുമായി ബന്ധപ്പെട്ട് പ്രധാനമായും പറയുന്നത് ഈ BJP സർക്കാർ ഈ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ ദുരുപയോഗം ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പാർട്ടി നേതാക്കളെ ഇതുമായി ബന്ധപ്പെട്ട് അന്യായമായി കേസെടുക്കുന്നു എന്ന കാര്യങ്ങളാണ് കത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കത്തിൽ പ്രധാനമായും പറയുന്ന കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ ബി ജെ പിയിൽ നിന്ന് ഈ കോൺഗ്രസ് BJP ഇതര പാർട്ടികളിൽ നിന്ന് BJPയിലേക്ക് എത്തുന്ന നേതാക്കളെ ഈ ഇത്തരത്തിലുള്ള കേസുകളിൽ നിന്ന് അവർക്കെതിരെയുള്ള കേസുകളിൽ നിന്ന് പതിയെ ഒഴിവാക്കുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ നേതാക്കളെ ഈ BJP അല്ലാത്ത പാർട്ടി നേതാക്കളെ എല്ലാം തന്നെ ഈ രീതിയിൽ അന്യായമായി കേസുകളിൽ കൊടുക്കുന്നു എന്ന കാര്യങ്ങളെല്ലാം കാണിച്ചാണ് ഒരു കത്ത് പ്രതിപക്ഷ പാർട്ടികൾ അയച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ പാർട്ടികളിൽ ഈ കത്ത് അയച്ചിരിക്കുന്നത് പ്രധാനമായും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, അതോടൊപ്പം തന്നെ തെലങ്കാന മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത്. ഇന്ത്യ ഇപ്പോഴും ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് നിങ്ങൾ അംഗീകരിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് കത്തെഴുതുന്നതെന്ന് ഈ കത്തിൽ പ്രതിപക്ഷ നേതാക്കൾ പറയുന്നു. രാജ്യത്തിൻ്റെ യാത്ര ജനാധിപത്യത്തിൽ നിന്ന് ഏകാധിപത്യത്തിലേക്കാണെന്ന ഒരു ആശങ്ക ഉയർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൃത്യമായ തെളിവുകളില്ലാതെയാണ് ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയെ ഈ അറസ്റ്റ് ചെയ്തത്. എന്നാൽ പ്രതിപക്ഷത്ത് നിന്ന് BJP പാളയത്തിൽ എത്തുന്നവരുടെ കേസുകൾ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ BJP പാളയത്തിലേക്ക് പ്രതിപക്ഷത്ത് നിന്ന് BJP പാളയത്തിലേക്ക് എത്തുന്ന നേതാക്കളുടെ കേസുകളിൽ കേന്ദ്ര സർക്കാർ ഈ മെല്ലെപ്പോക്ക് തുടരുകയാണ്. 2014-ലും 2015-ലും ED CBI അന്വേഷണം നേരിട്ട ഹിമന്ത ബിശ്വ ശർമ്മ, അതോടൊപ്പം തന്നെ ശാരദ ചിട്ടി തട്ടിപ്പിൽ പ്രതികളായ സുവേന്ദു അധികാരി, മുകുൾ റോയ് തുടങ്ങിയ നേതാക്കൾക്കെതിരെയുള്ള കേസുകളെല്ലാം തന്നെ ഇത്തരത്തിലാണെന്ന ഒരു പരാമർശവും ഈ കത്തിലുണ്ട്. അതോടൊപ്പം തന്നെ ലാലു പ്രസാദ് യാദവ്, സഞ്ജയ് റാവത്ത്, ആസം ഖാൻ, നവാബ് മാലിക്, അനിൽ ദേശ്മുഖ് തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെ ഇപ്പോഴും വേട്ടയാടപ്പെടുകയാണെന്ന ഒരു പരാമർശവും ഈ കത്തിൽ പറയുന്നുണ്ട്. പ്രധാനമായും ഈ പ്രതിപക്ഷ BJP ഇതര മുഖ്യമന്ത്രിമാരായ ചന്ദ്രശേഖർ റാവു, മമതാ ബാനർജി, അരവിന്ദ് കെജ്രിവാൾ, അതോടൊപ്പം തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ, RJD തേജസ്വി യാദവ്, നാഷണൽ കോൺഫറൻസ് നേതാവ് ഫാറൂഖ് അബ്ദുള്ള, NCPയുടെ ശരത് യാദവ്, ഉദ്ധവ് താക്കറെ തുടങ്ങിയ നേതാക്കളാണ് ഇത്തരത്തിലൊരു കത്തയച്ചത്. അതേസമയം തന്നെ ഈ കത്തിൽ നിന്ന് പ്രധാന പ്രതിപക്ഷ പാർട്ടികളായ കോൺഗ്രസും CPM-ഉം വിട്ടുനിന്നു എന്നതും വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ അതേസമയം ഏറ്റവും കൂടുതൽ പ്രതിപക്ഷ ഐക്യത്തിന് വേണ്ടി ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് കോൺഗ്രസ് ആണ്. എന്നിട്ടും ഇത്തരത്തിലൊരു കത്തിൽ എന്തുകൊണ്ട് കോൺഗ്രസും ഇടത് നേതാക്കളും ഒപ്പിട്ടില്ല എന്നതൊരു ചോദ്യചിഹ്നമാണ്. എന്താണ് ഇതിന് പിന്നിലെ കാരണമെന്ന് വ്യക്തമാണോ? മനസ്സിലായി, അത്തരത്തിലൊരു കാരണത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ടില്ല. പ്രധാനമായും ഈ പ്രതിപക്ഷം ഐക്യം കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നെങ്കിൽ പോലും ഈ ഡൽഹിയിലെ ആം ആദ്മിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ കൃത്യമായൊരു നിലപാട് ആം ആദ്മിക്കെതിരെ ഡൽഹിയിൽ പ്രധാനമായും കോൺഗ്രസ് വലിയ രീതിയിൽ തന്നെ ആം ആദ്മിക്കെതിരെ രംഗത്ത് വന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ CPM ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായൊരു കാരണം പറഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രിക്കെതിരായി ഈ കേന്ദ്ര ഏജൻസികളെ പല സംസ്ഥാനങ്ങളിലും, കേരളം അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്നൊരു ആരോപണം പലപ്പോഴും പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം തന്നെ, അതോടൊപ്പം തന്നെ CPM അടക്കമുള്ള പാർട്ടികളെല്ലാം തന്നെ ഉന്നയിക്കുന്നൊരു കാര്യമുണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ഈ ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയുടെ അറസ്റ്റിന് ശേഷമാണ് ഇത്തരത്തിലൊരു കത്ത് പ്രധാനമന്ത്രിക്ക് അയച്ചിരിക്കുന്നത് എന്ന ശ്രദ്ധേയമാണ്. അത്തരമൊരു ഘട്ടത്തിലായിരിക്കാം ഇത്തരത്തിൽ ഈ കോൺഗ്രസ് നേതാക്കളും അതോടൊപ്പം തന്നെ CPM ഇതുമായി ബന്ധപ്പെട്ടൊരു നിലപാട് വ്യക്തമാക്കാത്തത്. ഇത്തരത്തിൽ ഈ കത്തിൽ ഇവർ ഒപ്പിട്ടിട്ടില്ല എന്നതാണ് വ്യക്തമാകുന്നത്. അൻസില.
വ്യക്തമാണ് ഉണ്ണികൃഷ്ണൻ. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ വേട്ടയാടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് കത്തയച്ച് BJP ഇതര മുഖ്യമന്ത്രിമാരും പ്രതിപക്ഷ നേതാക്കളും. അതേസമയം ഇടത് കോൺഗ്രസ് നേതാക്കൾ ഈ കത്തിൽ ഒപ്പിട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. KC ഉണ്ണികൃഷ്ണനാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.